ഹായ്, വേടനെ പോലീസ് പിടിച്ചു. എന്താണ് ഷെഫീൻ ഇതിനെപ്പറ്റി ഒന്നും പറയാത്തതെന്നായിരുന്നു. എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. വേടനെ പോലീസ് പിടിച്ചെന്തിനാ? 6 ഗ്രാം കഞ്ചാവ് വെച്ചേനാ. അയ്യോടാ, 6 ഗ്രാം കഞ്ചാവ് കയ്യിൽ വെച്ചിരിക്കുന്നത് കുറ്റകരമാണോ? ആണല്ലോ. പക്ഷേ ഇവിടെ ഒരു വിധി സംഭവിച്ചിട്ടുണ്ട്. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല 1/2 കിലോ വരെ കൈ വെക്കാൻ ജഗ ജഗ എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ നിങ്ങളെല്ലാവരും പോയി 1/2 കിലോ കഞ്ചാവ് വാങ്ങിച്ച് കൈ വെച്ചേക്കല്ലേ. ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇവിടെ പലരും കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടാറുണ്ട്. അവർ നിസ്സാരമായി ഊരി വരുന്നത് ഈ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല സംഭവിച്ച ആ വിധിയുടെ അടിസ്ഥാനത്തിലാണ്. അതങ്ങോട്ട് കാണിക്കും. നോക്കൂ, ഇങ്ങനെ ഒരു വിധി കോടതി തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ വിധി പ്രകാരം 1/2 കിലോ കഞ്ചാവ് വരെ നമ്മുടെ കയ്യിൽ വയ്ക്കാം. എന്ന് വെച്ചാൽ കഞ്ചാവ് മരുന്നായിട്ട് ഉപയോഗിക്കും. ഈ ഡ്രഗ് എന്ന് പറയുമ്പോൾ അതിന് പല വേർഷൻ ഉണ്ട്. ഞാനും ഡ്രഗ് കഴിക്കാറുണ്ട്. എന്ന് വെച്ചാൽ കഞ്ചാവ് അടിച്ച് കിറങ്ങുന്നല്ല. ചില സമയത്ത് ഉറക്കം കിട്ടാതെ വരുമ്പോൾ ഉറക്ക ഗുളിക കഴിക്കുക. അതിനകത്ത് നല്ല ഡ്രഗ് ഉണ്ട്. പിന്നെ മെഡിസിൻ, മിക്കവാറും മെഡിസിൻസിലൊക്കെ ആഡ് ചെയ്യുന്ന ഡ്രഗ് തന്നെയാണ്. പെയിൻ കില്ലർ, ഡ്രഗ്സ് ഉണ്ട്. അപ്പോൾ ഡ്രഗ് ഇവിടെ ഇൻഡീഡാണ്, അതൊരു മെഡിസിൻ തന്നെയാണ്. ഓവറായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പരാക്രമങ്ങളാണ് പ്രശ്നമായിട്ട് വരുന്നത്. ഇപ്പോൾ വേടൻ ഉപയോഗിച്ചത് ഓവറാണോ എന്ന് വെച്ചാൽ 6 ഗ്രാമേ ഉള്ളവർ 9 പേരാണ്. ആൾക്ക് 1 ഗ്രാം വെച്ചാലും കാൽക്കുലേഷൻ ആവത്തില്ല. 1.4 വെച്ചാൽ 1.5 എന്തെങ്കിലും ആവട്ടെ, അവരെന്തായാലും ഉപയോഗിച്ചു, അവനത് ഏറ്റു. അതും ഒരു കുറ്റമേറ്റു എന്ന് വെച്ചാൽ അവൻ നിരന്തരമായി ഇതേപോലെ കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരു കഞ്ചാവാണ് അവൻ എന്ന് ആണോ? കുറ്റമേറ്റത് നിസ്സാരമാണ്. ഇവനെ ഇടിച്ച് പരിപ്പിളക്കി അവനെ കൊണ്ട് കുറ്റം ഏൽപ്പിക്കും. പണ്ടൊക്കെ എന്നാൽ പൊറോട്ടയ്ക്കത്തേക്കകത്ത് അപ്പി ഇട്ട് കൊടുത്ത് അത് തീറ്റിച്ച് അങ്ങനെയൊക്കെ സമ്മതിപ്പിക്കും. അതിനെന്തെന്നും മെനക്കെടണ്ട. എൻ്റെ ജാതി എന്താണെന്നോ എനിക്ക് എന്ത് പരിഗണന കിട്ടുമെന്നുള്ള നല്ല ബോധമുള്ള വേടൻ യെസ് ഐ ഡിഡ് എന്ന് പറഞ്ഞു. ബാക്കി അവൻ കോടതി പറഞ്ഞാൽ പോരെ എന്നുള്ളതാണ്. ബോധമുണ്ട് കേട്ടോ കുട്ടിക്ക്. അല്ലെങ്കിൽ ഇങ്ങനത്തെ പാട്ടുകൾ ഉണ്ടാക്കുമോ? പാണനല്ല പറയാനല്ല എന്നുള്ളത്. സൂപ്പർ പാട്ട്. ആളുടെ വാക്കുകൾ കൊള്ളേണ്ടടുത്ത് കൊണ്ടു, കൊള്ളേണ്ട രീതിയിൽ കൊണ്ടു, അതുകൊണ്ട് പുള്ളിയെ കുരുക്കണം. ഒരാളെ പിടിച്ചോണ്ട് വന്ന് അയാളുടെ ഡ്രസ്സ് പരിശോധിക്കുന്നത് എന്തിനാ? ഇത് മയക്കുമരുന്ന് ഇനിയിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാനാണ്. ബോഡി പരിശോധിക്കുന്നത് എന്തിനാ? അപ്പോൾ കിട്ടി പുലിനഖം. പുലിനഖം കിട്ടിയാൽ പിന്നെ നമ്മൾ വേറെ പരിപാടി കൊണ്ട് ഇറങ്ങുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ശശിയണ്ണൻ രാജാവ് എന്ന് പറയുന്നത് ശശിരാജാവിനെ നിങ്ങൾക്കറിയില്ല, വനം വകുപ്പിൻ്റെ കൊണ്ടാണ്ട്രം. അദ്ദേഹം പറയുകയാണ് ഇവനെ ഞങ്ങൾ വിടില്ല. പിന്നെ ഭൂലോക കുറ്റമല്ലേ ചെറുക്കൻ ചെയ്തത്? ആരാ ഇപ്പോൾ പുലിനഖം വെച്ചു? നിങ്ങൾ വെറുതെ വിട്ട ഒരാളുടെ കാര്യം ഞാൻ പറയട്ടെ. ലാലു അണ്ണൻ മോഹൻലാലിൻ്റെ വീട്ടിൽ നിന്ന് 13 പ്രോഡക്റ്റാണ് പിടിച്ചത്. എനിക്കൊന്ന് 2 ആനക്കൊമ്പുണ്ടായിരുന്നു. ബാക്കി അത്രയും ആനക്കൊമ്പ് വെച്ച് ഉപയോഗിച്ച അല്ലെങ്കിൽ അത് വെച്ച് നിർമ്മിച്ച പ്രോഡക്റ്റുകൾ. കേസെന്ന് പറഞ്ഞാൽ അസാധ്യ കേസല്ല. ഇത് സുപ്രീം കോടതി വരെ പോയി ലാലു ഏട്ടൻ കാശും കൊണ്ട്. അവിടെ ചെന്നപ്പോൾ സുപ്രീം കോടതി എടുത്തങ്ങ് ദൂരെ കളഞ്ഞ് കൊണ്ടുവിടാന്ന് പറഞ്ഞു. എന്താ നീ ഫേസ് ചെയ്യ്. നിന്റെ വീട്ടിൽ നിന്ന് പിടിച്ച സാധനങ്ങളല്ലേ, നീ തെറ്റ് ചെയ്തിരിക്കുന്നു, യു ആർ മിസ്റ്റേക്കൺ, നീ അതിൻ്റെ പണിഷ്മെൻറ്റ് അനുഭവിച്ച് തന്നെ ആകണമെന്ന്. അപ്പോഴാണ് നമ്മുടെ സർക്കാർ പറഞ്ഞത് നോ പ്രോബ്ലം അണ്ണൻ നമ്മുടെ സ്വന്തം ആളാണ്, അതുകൊണ്ട് അണ്ണനെ നമ്മൾ ചികിത്സിക്കും, അണ്ണനെ നമ്മൾ ഇത് ചെയ്യത്തില്ല, നമ്മളിത് കോംപ്രമൈസ് ആക്കും. എന്നിട്ട് സർക്കാർ ചെലവിൽ ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ തയ്യാറാക്കി അയാളെ ഞങ്ങളിത് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടവിട്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കോടതിയിൽ പോയി, പെരുമ്പാവൂർ കോടതിയിൽ ഇത് വിഡ്രോ ചെയ്ത് അയാളെ വിമുക്തനാക്കി. വേടനകത്തിടുന്നെങ്കിൽ മോഹൻലാലും അകത്ത് കിടക്കണം, ജയറാമും അകത്ത് കിടക്കണം, അതേപോലെ സുരേഷ് ഗോപിയും അകത്ത് കിടക്കണം. വേടൻ ചെയ്ത അതേ തെറ്റ് അവർ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്, അവർ ചെയ്തിട്ടുണ്ട്. എന്താണ്? പുലിനഖം കഴുത്തിലിട്ടുകൊണ്ട് കിടക്കുന്നു. മോഹൻലാലിനിടാങ്കി അങ്ങേർക്കിട്ടൂടെ, സുരേഷ് ഗോപിക്കിടാങ്കി അങ്ങേർക്കിട്ടൂടെ, ഇനി ജയറാമിനിടാങ്കി അങ്ങേർക്കിട്ടൂടെ. ജയറാം ബ്രാഹ്മണനായതുകൊണ്ട് ഇടാമെന്നാണോ? അതേപോലെ സുരേഷ് ഗോപിയും മോഹൻലാലും ഈ നായന്മാരായതുകൊണ്ട് അവർക്കിടാമെന്നാണോ? വേടൻ എന്ന് പറയുന്ന ആൾ കുറച്ച് മറ്റേ ഷെഡ്യൂൾ കാസ്റ്റ് ആയതുകൊണ്ട് ഇടാൻ പറ്റില്ലെന്നാണോ? ഇവിടെയാണ് ഈ ജാതി വ്യവസ്ഥയുടെ കീടത്തരമുള്ളത്. എങ്ങനെയാണ് വേടൻ ഇവരുടെ നോട്ടപ്പുള്ളിയായത്? എങ്ങനെയാണ് വേടനെ ഇവർക്ക് ശത്രുപക്ഷത്ത് കിട്ടിയത്? ഇപ്പോൾ പിണറായി വിജയൻ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുകയാണ്. കൂടിപ്പോയാൽ ഈ കാക്ക പുറക്കി ഒരു 500 എണ്ണം വരും, പോട്ടൊരു 1000 എണ്ണം വരും, അല്ലെങ്കിൽ ലാറിയിൽ നമ്മൾ ആളെ അടിക്കും. തൊഴിലുറപ്പ് പെണ്ണുങ്ങളെല്ലാം കൂടെ വണ്ടി കയറി അവിടെ പോയി കുത്തിയിരുന്ന് കാക്കും. എന്തരാ പറയണുണ്ട് കേട്ടോ വലിയപ്പ, മാൻഡ്രയ്ക്ക് എന്തൊരു പറയണമെന്ന് കേൾക്കാനായിട്ട് എല്ലാം കൂടെ തള്ളിപ്പറക്കി അവിടെ പോയി ഇരിക്കും. അതേസമയം വേടൻ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്താൽ സണ്ണി ലിയോൺ തോറ്റുവിടും. എത്ര? 25,000 കുറയാതെ ആൾക്കാരുണ്ടാവും. കനാകുന്ന് കൊട്ടാരത്തിൽ പുള്ളി ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അവിടെ എനിക്ക് തോന്നുന്നു ആകെ 2000 പേരെ മാത്രമേ അവിടെ എടുക്കാൻ പറ്റുള്ളൂ. അത്ര ചെറിയ സ്ഥലപരിമിതിയുള്ളൊരു സ്ഥലമാണ് കനാകുന്ന് കൊട്ടാരം. പക്ഷെ അവിടെ ഇയാൾ പ്രോഗ്രാം അവതരിപ്പിച്ചപ്പോൾ 25,000 പേര് വരികയും മരത്തിലൊക്കെ ആളുകൾ കയറി നിന്നുകൊണ്ട് അതൊക്കെ ഒടിഞ്ഞ് പറക്കുകയും ബുദ്ധിമുട്ടും ഒക്കെ വന്നപ്പോഴത്തേക്ക് ഈ ഒരു പ്രോഗ്രാം നിർത്തലാക്കാനും അത് സ്റ്റോപ്പ് ചെയ്യാനും ഗവൺമെൻറ് ഉത്സാഹം കാണിച്ചു. വാസ്തവത്തിൽ അതൊന്നുമല്ല, അങ്ങനെ അല്ലെന്ന് ഞാൻ പറയാൻ കാരണം എന്താ? ഇവിടെ എറണാകുളത്ത് സണ്ണി ലിയോൺ വന്നപ്പോൾ ഇതിനേക്കാൾ ആൾക്കാർ വന്ന് മരമല്ല പലതും ഒടിഞ്ഞു വീണു. എന്നിട്ടത് സ്റ്റോപ്പ് ചെയ്തോ? സണ്ണി ലിയോനെ പറഞ്ഞു വിട്ടോ? ഇല്ലല്ലോ. ആ പ്രോഗ്രാം വളരെ സന്തോഷപൂർവ്വം നടത്തി.
സണ്ണി ലിയോണിന് കിട്ടുന്നൊരു പ്രിയോറിറ്റി പോലും വേടനെ പോലുള്ള ഒരാൾക്ക് കിട്ടുന്നില്ല എങ്കിൽ അതിൻ്റെ ഉൾക്കള്ളി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നമുക്കുണ്ട്. അയാൾ ഒരു ഇന്ത്യൻ നാഷണലാണ്. 30 വർഷമായി നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന നമ്മളുടെ പൗരനാണ് അയാൾ. അയാൾ ഇന്ത്യൻ പൗരനല്ലെന്നാണ് പറയുന്നത്. കാരണം അയാളുടെ അമ്മ ശ്രീലങ്കനാണെന്ന്. ആണോ? എന്നാൽ ഈ നാട്ടിൽ നിന്ന് ആദ്യം പോകേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഈഴം ദേശവാസിയായ ഈഴവ കമ്മ്യൂണിറ്റിയിൽ ജനിച്ചതാണ്. ഇവിടെയുള്ള 23% ആൾക്കാരും ശ്രീലങ്കയിലേക്ക് പോകേണ്ടി വരും. കാരണം അവരെല്ലാം ഈഴം ദേശവാസികളാണ്. ഈഴമാണ് നിങ്ങളുടെ ദേശം. ഈഴം എന്ന് പറഞ്ഞാൽ ശ്രീലങ്ക. ശ്രീലങ്കയിലുള്ള 23% ആൾക്കാർക്ക് ഇവിടെ ജീവിക്കാം. ഇന്ത്യൻ നാഷണലായി ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വേടനിക്ക് എന്തുകൊണ്ട് പറ്റത്തില്ല? ഒരാളുടെ നാഷണാലിറ്റി ചോദ്യം ചെയ്യാൻ ഒരു നാണവും ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതെല്ലാം വിട്ട് പ്രതിഭ MLA മകനെ പിടിച്ചല്ലോ. ഇതേപോലെ തന്നെ ചെറിയ ശതമാനത്തിലുള്ള കഞ്ചാവും കൊണ്ടല്ലേ പിടിച്ചത്. അന്ന് എന്തായിരുന്നു അവർ കിടന്ന് തുള്ളി മറിച്ചത്? MLA നായരൂട്ടി ആയതുകൊണ്ടായിരിക്കും ഇല്ലയോ? പ്രതിഭ നായർ, അത് വാല്യുബിൾ പോയിന്റാണ്. പ്രതിഭ നായരുടെ മോന് വെക്കാം, അശോകന് വെക്കാം അല്ലേ? ഈ പയ്യന് പറ്റത്തില്ല. പ്രമുഖ യൂട്യൂബർ കത്തി കയറുകയാണ്. വേടനെ ഞാൻ അങ്ങനെ ചെയ്യും, വേടനെ ഞാൻ ഇങ്ങനെ ചെയ്യും, ഈ സമൂഹത്തിന്റെ പരാജയമാണ് അവൻ, ഈ സമൂഹത്തിന് അവൻ റോങ് മെസ്സേജ് കൊടുക്കുന്നു. അവൻ കൊടുക്കുന്ന മെസ്സേജ് റോങ് അല്ലേളിയ. സമൂഹത്തിൽ ജാതി ബോധമുണ്ടോ, ഉച്ചനീചത്വമുണ്ടോ ഇല്ലയോ എന്നറിയണമെങ്കിൽ നോർത്തിലേക്ക് നോക്കണം. പോരാതെ നമ്മളുടെ ദേവസ്വം ബോർഡിൽ ഇപ്പം നടന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്ന ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് പോലും നേർപ്പെട്ട ബുദ്ധിമുട്ടുകളും മാനഹാനിയും എടുത്താൽ ഈ നാട്ടിൽ ജാതി ബോധം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമാണ്. MLA മന്ത്രിയോ മിനിസ്റ്ററോ ഏവനോ ആകട്ടെ, പക്ഷെ അവൻ ജാതിയിൽ താഴ്ന്നവനാണെങ്കിൽ അവന് പരിമിതി നിശ്ചയിച്ചിരിക്കുന്നു. അമ്പലങ്ങളിൽ പോലും, ദൈവത്തിന്റെ മുന്നിൽ പോലും പരിമിതപ്പെടുത്തിയ ജാതീയ ബോധം, ആ ബോധമാണ് നശിപ്പിക്കപ്പെടേണ്ടത്. അവൻ്റെ അനുഭവമാണ് പറഞ്ഞത്. ഇന്നും ആദിവാസി മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ ശതമാനക്കണക്കിൽ ശൈശവ വിവാഹവും ശൈശവ മരണങ്ങളും ഉള്ളത്. അവിടെയാണ് ഇന്നും ഡെവലപ്മെന്റ്സ് ഒട്ടും പോലും വരാതെ കാടിൻ്റെ മക്കൾ കഷ്ടപ്പെടുന്ന അവസ്ഥപ്പെടുന്ന ഒരു കാര്യമുള്ളത്. അവർക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ട് കൊടുത്താൽ തന്നെ അവരത് മറിച്ച് വിൽക്കുകയാണ് ചെയ്യുന്നത്. അത് ഉപയോഗിക്കണമെന്നോ അങ്ങനെ അവർക്ക് മനുഷ്യരെ പോലെ ആകണമെന്നോ ഇല്ല. അത് അവരുടെ രീതിയാണ്, സമ്മതിച്ചു. പക്ഷേ അവർക്ക് കിട്ടേണ്ട റൈറ്റ്സ് നമുക്ക് എന്ത് കിട്ടുന്നോ അതേ അളവിൽ അവർക്കും കിട്ടണം. അത് അവരുടെ റൈറ്റാണ്, അവകാശമാണ്. അത് നിഷേധിക്കുകയാണ് ഇവറ്റകൾ ചെയ്യുന്നത്. കൂട്ടത്തോടു കൂടിയില്ല അതേ ഈ പറയുന്ന വേടനെ ആക്രമിക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഈ നാട്ടിനൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഇവിടെ ഒരു സിനിമയുടെ രൂപത്തിൽ കൃത്യമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചാൽ അത് തീർച്ചയായിട്ടും ഈടി വരുന്ന ഒരു വസ്തുതയാകും. അതുകൊണ്ട് നിങ്ങളിലാണ് എൻ്റെ വിശ്വാസം, പുതുതലമുറയിലാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാകണം, നിങ്ങൾ രാഷ്ട്രീയം പറയണം. പഴയ കാലഘട്ടത്തിലുള്ള ആൾക്കാരെക്കാൾ പുതിയ തലമുറയാണ് തിരുത്തി വരേണ്ടത്. അവൻ തിരുത്താൻ ശ്രമിക്കുന്നത് കുഞ്ഞുങ്ങളെയാണ്, അതായത് ചെറുപ്പക്കാരായ പയ്യന്മാരെ. കഞ്ചാവ് കൊടുത്തല്ല, കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട്. അടുത്ത തലമുറയെ നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു ആവശ്യഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെന്ന് വ്യക്തം. എക്സാക്ട്ലി 10 years ആയി നമ്മുടെ രാജ്യം ശിഥിലമായി കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക ഭദ്രത എന്നല്ല, ഇവിടെയുള്ള സാംസ്കാരിക ഭദ്രത പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ജാതി ചോദിച്ചുകൊണ്ട് ആളുകളെ തല്ലിക്കൊല്ലുന്നു, ജാതി ചോദിച്ചുകൊണ്ട് ആഹാരം വിളമ്പുന്നു, ജാതി മാത്രം ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വർഗീയ കലാപം ഒരുക്കാൻ തയ്യാറായിക്കൊണ്ട് നടക്കുന്ന ഒരു വൃത്തികെട്ട കമ്മ്യൂണിറ്റി ഇവിടെ ഇങ്ങനെ നടമാടുകയാണ് ചെയ്യുന്നത്. എമ്പുരാൻ വലിയ ഒരു എക്സാമ്പിളാണ്. എമ്പുരാനിൽ പറഞ്ഞത് ഒരു സത്യമായ കഥ, പക്ഷെ അത് സത്യമാണ്. അത് ഉണ്ടാകാനുള്ള സാഹചര്യം പറയൂ എന്നാ പറയണേ. ഒരല്പം പോലും ഉളുപ്പോ ലേശം പോലും ജാള്യതയോ ഇല്ലാതെ ആ ഒരു വസ്തുതയെ അവർ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. രാജ്യത്ത് കലാപമുണ്ടായാൽ രാജ്യം ശിഥിലമാകുമെന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്ത പട്ടാളക്കാരന്മാരെ പോലും ഇരുന്നുകൊണ്ട് അപരാധ വർത്തമാനം അത് പിടിച്ചവർക്കെല്ലാം ഈടി ചോദ്യം ചെയ്യലും കൊടുക്കുമ്പോൾ ഈ ഫാസിസ ഗവൺമെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തം. അതേ ഫാസിസത്തിനെതിരെ സംസാരിക്കുകയും അതേ ഫാസിസത്തിനെതിരെ പ്രതികരിക്കുകയും ചെയ്ത് സംഘടിക്കൂ, ശക്തരാകൂ എന്ന് പറഞ്ഞ പാർട്ടി മേധാവികൾ വേടനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ വേടനിൽ സത്യമുണ്ട് എന്നാണ് അർത്ഥം. ആരൊക്കെയാണ് വേടനെ എതിർക്കുന്നത്? വേടനെതിരെ പറയുന്ന നമ്മുടെ വനംവകുപ്പ് മന്ത്രി പറഞ്ഞ ഒരു ശശീന്ദ്രൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന പയ്യന്റെ പേർക്കിട്ടിരിക്കുന്ന കേസ് പുലിയെ വേട്ടയാടി പിടിച്ച് കട്ടിച്ച് കളഞ്ഞിട്ട് ആ നഖം ഊരി അവൻ കഴുത്തിലിട്ടു. അവൻ പറയുന്നുണ്ട് എൻ്റെ അമ്മയുടെ സുഹൃത്ത് തന്നെയാണ്, കസിൻ തന്നെയാണെന്ന്. സ്വീകരിക്കാൻ പറ്റുന്നതൊക്കെ സ്വീകരിച്ച് പുള്ളിയുടെ കയ്യിലുണ്ടായി തെളിയിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ കേസ് തട്ടുമുട്ടായിട്ട് പോകും. പക്ഷേ അയാൾ അനുഭവിക്കുന്ന അപമാനം, അയാളെ പിടിച്ച് ജയിലിലിട്ടുകൊണ്ട് ഇവർ കാണിക്കുന്ന അവഹേളനം, അത് ആ മനസ്സിനെ ബാധിക്കും. ഒരു മനുഷ്യനെ തളർത്താൻ, അത്രയും കാര്യക്ഷമതയോടുകൂടി പുറത്തേക്ക് വന്ന് വൃത്തിയായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയെ തളർത്താൻ കേസ് കൊണ്ട് സാധിക്കുമെന്ന് ചിന്തിക്കുന്ന വൃത്തികെട്ട ഫാസിസ മെന്റാലിറ്റിയെ തകർക്കാൻ
നമ്മുടെ നാട്ടിലുള്ളവർക്ക് പോലും സാധിക്കുന്നില്ല എന്നുള്ളതിന് നേർ സാക്ഷ്യമാണ് ഈ പറയുന്ന വേടൻ. ഇപ്പോൾ പത്രപ്രവർത്തനം എന്ന രീതി, അതായത് മാധ്യമ പ്രവർത്തനം, നമുക്ക് കണ്ടന്റാണ് മുഖ്യം, എത്തിക്സേ വേണ്ട. എത്തിക്കലി ഒരാൾ പോലും അതിനകത്തില്ല എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഡ്രഗ് ഡീല് ചെയ്യുന്നത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഫെയിമായി നിൽക്കുന്നോ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ നിൽക്കുന്നവരോ പൗരപ്രമുഖരോ ഒന്നുമല്ല. താഴേക്കിടയിലുള്ള മനുഷ്യരാണ് അതിൻ്റെ ഏറ്റവും മോശപ്പെട്ട വശങ്ങൾ അനുഭവിക്കുന്നത്. അവർക്ക് ഒരു പരിധി കഴിഞ്ഞാൽ സമൂഹം അറിയുമെന്നുള്ള ഭയമെങ്കിലും വരും. പക്ഷേ താഴ്ന്ന ഇടങ്ങളിൽ, അതായത് ഫിനാൻഷ്യലി താഴ്ന്നു നിൽക്കുന്ന മനുഷ്യർക്കിടയിൽ ഈ ഡ്രഗ് കൊണ്ടു കൊടുക്കുന്നത് കൊലപാതകങ്ങളാണ്. അമ്മയെ കൊല്ലുക, മകനെ കൊല്ലുക, മക്കളെ കൊല്ലുക, അല്ലെങ്കിൽ എല്ലാറ്റിനെയും തോന്നിട്ട് അവനും തൂങ്ങിച്ചാവുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്താൻ ഈ ഡ്രഗ് ധാരാളമാണ്. നമ്മുടെ അടുത്ത തലമുറയെ, യുവതലമുറയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഡ്രഗ് ഡീലിങ്ങിലൂടെ ഇവിടെ നടക്കുന്നത്. അതും സിന്തറ്റിക് ഡ്രഗാണ് ഏറ്റവും സിവിയർ ആയിട്ടുള്ളത്. അതിനെതിരെ നീങ്ങുന്നതിന് പകരം ഡെയിലി പോവുക, ഒരു സെലിബ്രിറ്റിയെ പിടിക്കുക, വാർത്തയായിട്ട് ഇട്ട് കൊടുക്കുക. പോലീസിൻ്റെ വീര്യം, 6 ഗ്രാം കഞ്ചാവാണോ വീര്യം? ഹലോ, ഇവിടെ വേറൊരു സാധനമുണ്ട്. നമ്മളുടെ KSRTCയുടെ മന്ത്രിയായിരുന്ന ആൾ, ഇപ്പോഴത്തെ ഗണേശനല്ല, അണ്ണന് മുമ്പ് വേറൊരാളിരുന്നാണ്, ആ കൊണാണ്ടർ അറിയാമോ? ഈ ജട്ടിക്കകത്തായിരുന്നു അന്ന് കൊണ്ടുവന്നത് കഞ്ചാവ്. ബ്രൗൺ ഷുഗറാണ്, അല്ല ബ്രൗൺ ഷുഗറാണ്, ചരസ എന്തരാ, അത് കൊണ്ടുവന്ന് അത് കോടതിയിലെത്തിയപ്പോൾ ജട്ടിക്കകത്ത് മൈദാപ്പൊടി കുത്തിക്കയറ്റിയ ആ മന്ത്രി പുരുഷോത്തമൻ ആണ് ആ പറയുന്ന ആൾ. അങ്ങനെ ഒരു വിഭാഗം ഇവിടെയുണ്ട്. അങ്ങനെ എല്ലാം മാജിക്ക് നടത്താൻ സാധിക്കുന്നിടത്ത് വേടൻ ഇത് നിസ്സാരമായിട്ട് മാറും. അപ്പോൾ വേടനെ വെറും ഒരു മയക്കുമരുന്ന് കേസിൽ അകത്താക്കിയിട്ട് പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പുലിയുടെ വിഷയം പറയുന്നത്. ശരി, പുലി നഖത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പുലി നഖത്തിൻ്റെ കേസിൽ എന്താണ് വേടൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. വേടനെതിരെ ഇങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയാണെങ്കിൽ ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെടേണ്ട 3 പേര് ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഒന്ന് മോഹൻലാൽ. അത് പിന്നെ ഇനി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം, പുള്ളി ഓപ്പണായിട്ട് സംഖ്യയാണെന്ന് സമ്മതിക്കാത്തതിൻ്റെ റീസണും പുള്ളിക്ക് ആ നന്ദി ഉള്ളത് കൊണ്ടാണ്. കേരള സർക്കാരിനോട് പുള്ളിക്കുള്ള നന്ദിയാണ്, സ്മരണയാണ് അവിടെ കാണിക്കുന്നത്. 2 ജയറാം. ഉടുപ്പ് ഊരിക്കൊണ്ട് അങ്ങോട്ട് കയറുമ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ട് പുലിനകവും കൊണ്ട് കിടക്കുന്ന ജയറാമണ്ണൻ. തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? ഇനി പുലിനകമുള്ള വേറൊരു വല്യാപ്പയുണ്ട്, അത് സുരേഷ് ഗോപി. ഇവരെ ആരെയും പിടിക്കാത്തടത്തും ഇവരെ ആർക്കെതിരെയും ഈ പണിഷ്മെന്റ് നടത്താത്തടത്തും ഈ ഇരട്ട നീതി ഇവിടെ അനുവദിച്ചു കൊടുക്കരുത് എന്നാണ് എനിക്ക് പൊതുസമൂഹത്തിനോട് പറയാനുള്ളത്. ഇനി ഒരു വിഷയം കൂടെ പറയാം. ഈ വേടനെ പറ്റി പറഞ്ഞപ്പോൾ ഈ പ്രമുഖ യൂട്യൂബർക്ക് അങ്ങ് തിളച്ച് മറിയുകയാണ് ആത്മരോഷം. തൻ്റെ പ്രായത്തിൽ 25 വയസ്സുള്ള ഒരു പയ്യൻ അഥവാ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്താലും അവന് കിട്ടാവുന്ന ഒരു പണിഷ്മെന്റ് അല്ലെങ്കിൽ ഒരു ഫൈൻ, അതോടുകൂടി സമൂഹത്തിലേക്ക് അവൻ തിരിച്ചു വരേണ്ട ഒരു ആവശ്യഘട്ടമുണ്ട്. അവൻ ചെയ്യുന്ന ചില നല്ല കാര്യങ്ങൾ നമ്മൾ കാണാതെ പോരുത്. ബലാത്സംഗമൊന്നും അല്ലല്ലോ. ഇവിടെ ഒരു MLA പീഡന കേസിലെ പ്രതിയാണ്, അയാൾ അവിടെ MLA ആയിട്ടിരിക്കുന്നു. അതിനെപ്പറ്റിയോ അതിനെതിരെയോ ആർക്കും ഒന്നും പറയാനുമില്ല. അത് ഓക്കെയാണ്. ആ ഒരു കേസ്, അതിനേക്കാൾ മൂല്യമുള്ള, ഇതിനേക്കാൾ വാല്യൂ ഉള്ള ഒരു സംഗതിയാണ് പീഡനം എന്ന് പറയുന്നത്. ഓടിയ ഓട്ടവും പോലീസിന് റിപ്പോർട്ടേഴ്സ് ഓടിച്ചിട്ട് പിടിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിനെപ്പറ്റിയൊന്നും നിങ്ങൾക്ക് ചർച്ചയും വേണ്ട, അതിനെപ്പറ്റി നിങ്ങൾക്കൊന്നും സംസാരിക്കാനുമില്ല. അത്രയും വലിയ കേസൊന്നും അല്ലല്ലോ ഈ പറയുന്ന വേടൻ ചെയ്തിട്ടുള്ളത്. ഇനി വേടനെ ന്യായീകരിക്കുകയാണെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. വേടൻ ഒരു കേസിലെ പ്രതി ആയതുകൊണ്ട് മാത്രം വേടനെ ശിക്ഷിക്കണമെന്നും അല്ലെങ്കിൽ വീടനെ സമൂഹത്തിൽ നിന്ന് മാറ്റണമെന്നും എല്ലാ സർക്കാർ പരിപാടികളിൽ നിന്ന് അയാളെ നീക്കി നിർത്തണമെന്നും ഒക്കെ പറയുകയാണെങ്കിൽ ഈ കേസിൽ പ്രതിയാവുക എന്നതാണ് ഒരു കുഴപ്പമെങ്കിൽ മുഖ്യമന്ത്രിയെ നിങ്ങൾ എന്തിനാ എല്ലാ സർക്കാർ പരിപാടിയിലും കയറ്റുന്നത്? മുഖ്യമന്ത്രി ആണെങ്കിലും രാവിലെയും കേസിൽ കുറേ നാളായിട്ട് കയറി ഇറങ്ങുന്ന ഒരു പ്രതിയല്ലേ അദ്ദേഹം? തെറ്റും കുറ്റം തെളിയിച്ചില്ലല്ലോ, പ്രതി തന്നെയല്ലേ, അക്യൂസ്. അത് പെട്ട് അദ്ദേഹത്തിൻ്റെ മോളോ അതിനേക്കാൾ വലിയൊരു അക്യൂസ്. അപ്പോൾ അവരൊന്നും പ്രതികളല്ലേ? അവരുടെ പ്രതിപട്ടിക പ്രശ്നമില്ലേ? വേടന് മാത്രമാണോ പ്രശ്നം? ആകെ മൊത്തത്തിൽ ഒരു പാവപ്പെട്ട ചെറുക്കൻ അത്യാവശ്യ കാര്യബോധത്തോടു കൂടി കാര്യം പറയുമ്പോൾ 25 വയസ്സിൽ അവൻ നേടിയെടുത്ത ആ ഫെയിം, അവൻ പറയുന്ന കാര്യങ്ങളുടെ തീവ്രത, അത് കിട്ടിയാൽ, അത് കേട്ടാൽ ഉണ്ടാകുന്ന സവർണ മേധാവിത്വത്തിൻ്റെ ഞകളിപ്പ്, അവരുടെ വൈഷമ്യം, അതാണ് ഇപ്പോൾ ഈ കണ്ട അറസ്റ്റും അതിനോടനുബന്ധിച്ച് കിടക്കുന്ന ഈ പേക്കൂത്തും. നിസ്സാരമാണ്. അവൻ തിരിച്ചു വരും. അതല്ലേ ഈ തീയിൽ കുരുത്തതൊന്നും വെയിലത്ത് പാടില്ല എന്ന് പറയുന്ന കണക്ക് തിരിച്ചു വരണം എന്നുള്ളതാണ്. ചെറിയ വിട്ടുവീഴ്ചകൾ നടത്തേണ്ട അനിവാര്യ ഘട്ടമുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായ കാര്യമാണ്. വേടനെ വേട്ടയാടുന്നവരോടാണ്. വേട്ടയാടി ജീവിച്ച മനുഷ്യരാണ് അവർ. അങ്ങനെ ജീവിച്ച മനുഷ്യർക്ക് മനസ്സിലാവും മണ്ണിൻ്റെ മണം എന്താണെന്ന്, എന്താണ് മനുഷ്യത്വമെന്ന്, എന്താണ് ദൈവമെന്നും അവർക്കറിയാം. ഇതറിയാത്ത കുറേ മന്ദബുദ്ധികൾ തിന്ന് കൊഴുത്ത് കയറി ഇരുന്നു കൊണ്ട് സവർണ മേധാവിത്വം കാണിക്കുമ്പോൾ അതിനെതിരെ ശക്തമായ പൊരുതിയ ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളാരും മറന്നു പോകരുത് എന്ന് മാത്രം പറയുന്നു. ചേർത്ത് പിടിക്കേണ്ടവരെ നമ്മൾ ചേർത്ത് പിടിക്കുക തന്നെ വേണം.
ഇനിയിപ്പോൾ അല്ല വേടനെ തൂക്കിക്കൊല്ലാനാണ് പ്ലാനെങ്കിൽ ഇവിടുത്തെ നിയമത്തിലുള്ള ലൂപ്പുകൾ വെച്ച് പുള്ളി ഇറങ്ങിപ്പോരും. അവന് തലയ്ക്ക് സുഖമില്ലെന്നല്ലേ ഇവരൊക്കെ പറയുന്നത്. അവൻ്റെ പാട്ടൊക്കെ കേട്ടാൽ അങ്ങനെയൊക്കെ തോന്നുമായിരിക്കും. അവന് തലയ്ക്ക് സുഖമില്ലെന്നുള്ള മഞ്ഞക്കാട് കൊണ്ട് കാണിക്കും, സിമ്പിളല്ലേ, ഇനി പോരും. പക്ഷെ ശ്രീലങ്ക സ്വദേശിയായ അവൻ്റെ അമ്മയുടെ നാഷണാലിറ്റിയൊക്കെ ചോദ്യം ചെയ്യുന്നത് വെറും ഉടായിപ്പായതുകൊണ്ടാണ്. എന്ത് മ്ലേച്ഛമാണെന്ന് ഓർത്തു നോക്കും. ഒരു പയ്യൻ തന്നെക്കാൾ ഉയരത്തിലേക്ക് പറക്കുന്നത് കാണുമ്പോൾ സവർണ രാജാതിരാജന്മാർക്കൊന്നും താങ്ങാൻ വയ്യാതെ ആ പയ്യനെ ചവിട്ടി തേക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൊല്യൂഷനും നോക്കുന്ന മണ്ട ശിരോമണികളും യൂട്യൂബറും അവനവൻ്റെ ജാതിബോധമാണ് ഛർദ്ദിച്ച് വെക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ജാതിബോധമുണ്ട്. ആ ജാതിബോധം നീ ഛർദ്ദിക്കുമ്പോൾ നിന്റെ ജാതിബോധത്തിൽ നിന്ന് ഞാൻ മനസ്സിലാവുന്നുണ്ടടാ നിനക്ക് വേടനോടുള്ള ശത്രുത എന്താണെന്ന്. നീ സംഖ്യയാണെന്ന് ഞാൻ പണ്ടേ നോട്ട് ചെയ്തതാണ്. വരും ദിവസങ്ങളിൽ നിന്റെ യഥാർത്ഥ മുഖം റിവീലാകുന്ന ദിവസം അതിവിദൂരമല്ല എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആരുടെ ലൈഫോ മറ്റവൻ്റെ ലൈഫോ എൻ്റെ ലൈഫോ എന്ത് ലൈഫ് ഓഫ് തേങ്ങായോ. വളരെ വൃത്തികെട്ട രീതിയിലാണ് നീ വേടനെ അപമാനിച്ചത്. അത് നിനക്ക് നീ ചെയ്തതിൻ്റെ ഡെപ്ത് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. ഓരോരുത്തരുടെ വയസ്സ് അതും കൺസിഡർ ചെയ്യണം. അതുകൊണ്ട് മാത്രം ഞാൻ ഇതിന് കൂടുതൽ മറുപടി പറയുന്നില്ല. പക്ഷെ കണ്ടപ്പോൾ ഈ വേടൻ വിഷയത്തിൽ വീഡിയോ ചെയ്യില്ല എന്ന് വെച്ചാൽ എനിക്കിത് ചെയ്യണമെന്ന് തോന്നി. അത് ഞാൻ ചെയ്തു വെക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. ഈ വിഷയത്തിൽ ഞാൻ വേടൻ്റെ ഒപ്പമാണ് തീർച്ചയായിട്ടും. അവഗണിക്കപ്പെടുന്ന, അപരവൽക്കരിക്കപ്പെടുന്ന, നിഷേധിക്കപ്പെടുന്ന നീതി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇരട്ട നീതി നമ്മുടെ രാജ്യത്ത് പാടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ തുടക്കങ്ങളും കേരള മണ്ണിൽ നിന്നാണ്. എല്ലാ തുടക്കങ്ങളും സൗത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. ഇതും അങ്ങനെ തന്നെയാകട്ടെ. ഒരുപാട് പേര് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഫാസിസ ഗവൺമെൻറ് കാരണം ഒരുപാട് പേർക്ക് അവരവരുടെ ജീവിതം നഷ്ടപ്പെടുന്നുണ്ട്. അവൻ പണത്തിന് വേണ്ടി എന്തായിരിക്കും മയക്കുമരുന്ന് വിറ്റിട്ടുണ്ടാവത്തില്ല. 9 ഗ്രാമോ 6 ഗ്രാമോ കയ്യിൽ വെച്ചിരിക്കുന്ന ഒരു കുറ്റം പോലുമല്ല ഇപ്പോഴത്തെ സർക്കാർ ഇരിക്കുന്നിടത്ത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഒരു വിധി ഇരിക്കുന്നിടത്ത് തീർച്ചയായിട്ടും വേടനിക്ക് ഇത് നിസ്സാരമായിട്ട് ഊരി വരാവുന്ന ഒരു കേസ് മാത്രമേ ഉള്ളൂ. പക്ഷേ സോഷ്യൽ മീഡിയയിലിട്ട് അലക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അതും അവൻ്റെ കാസ്റ്റിനെ ബേസ് ചെയ്തിട്ട് അവനെ അടിച്ചു താഴ്ത്താൻ നിങ്ങൾ ശ്രമിക്കുന്ന ഒരു ശ്രമമുണ്ടല്ലോ. ഏതൊരു വിജയുടെയും പിന്നിൽ ഒരു പരാജയമുണ്ടെന്നുള്ളത് മറന്നു പോകരുത്. ഏതൊരുത്തൻ പരാജയപ്പെട്ടോ അവൻ തന്നെയേ ജയിച്ചിട്ടുള്ളൂ. വിജയിക്കാനുള്ള ആദ്യ പടി തന്നെ പരാജയമാണ് എന്നുള്ളതാണ്. ഇതവൻ്റെ പരാജയമായി ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു ചിന്ത ആ കുട്ടിക്കുണ്ടെങ്കിൽ ഇതവൻ്റെ വിജയത്തിൻ്റെ തുടക്കമാണെന്ന് മാത്രമേ ഉള്ളൂ. അവനെ ഭയപ്പെടുന്നവരുണ്ട്. അവൻ്റെ വാക്കുകളെ ഭയപ്പെടുകയും അതിൽ പേടിക്കേണ്ടതുണ്ട് എന്ന് തിരിച്ചറിഞ്ഞവരാണ് അവനെ ഒതുക്കാൻ നിൽക്കുന്നത്. എന്താ ഉത്സാഹം! 90 വയസ്സായ മുതുക്കളവൻ ശശി അണ്ണനിക്ക് ആ പാവപ്പെട്ട 25 വയസ്സുള്ള ചെറുപ്പക്കാരനെ അങ്ങ് വിടില്ല പോലും. പിന്നെ ഇന്ത്യ തന്നെയല്ലേ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയുടെ തന്നെയല്ലേ, ഇവിടുത്തെ നിയമമല്ലേ, ശശിയണ്ണൻ്റെ വീട്ടിലെ നിയമമൊന്നുമല്ലല്ലോ. അവൻ തിരിച്ചു വരും. സപ്പോർട്ട് വേടൻ. താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഞാൻ പറഞ്ഞ വ്യക്തിയെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പ്രമുഖ യൂട്യൂബർ. അവൻ്റെ ഉള്ളിലുള്ള സംഗീസം, അവൻ്റെ ഉള്ളിലുള്ള സവർണ മേധാവിത്വം അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. താഴെ കമൻറ്റിൽ അത് പറയണ്ട. ഞാൻ കമൻറ്റിൽ ആരെങ്കിലും വന്ന് അത് ആരാണെന്ന് മെൻഷൻ ചെയ്താൽ ഞാൻ സിഗ്നേച്ചർ ഇടും. ദാറ്റ്സ് മൈ പോയിന്റ്. താങ്ക് യു സോ മച്ച്.